പ്രീത, ധന്യ, 2047 സ്വപ്നം കണ്ട് നടക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. PFI എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിച്ചതുകൊണ്ട്, NIA നിരോധിച്ചതുകൊണ്ട്, കേന്ദ്ര സർക്കാരൊക്കെ നിരോധിച്ചുകൊണ്ട് തന്നെ അവരിപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. മറ്റു പല സംഘടനകളിലും നുഴഞ്ഞു കയറി ഇരിപ്പുണ്ടാവും. പുതിയൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിരോധിത സംഘടനയായ PFI ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത് അൽ-ഖ്വയ്ദ, ISIS തുടങ്ങിയ ഭീകര സംഘടന, ആഗോള ഭീകര സംഘടനകളുടെ മാതൃകയിലാണ് ഈ സംഘടന പ്രവർത്തിച്ചത് എന്ന് NIA റിപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ഒരു പുതിയ റിപ്പോർട്ട് പറഞ്ഞിരിക്കുക. അതായത് ഈ നിരോധിത സംഘടനയായല്ലോ, അപ്പോൾ അതിലുള്ള നിരവധി നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ NIA പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റ് മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഗൗതം പറഞ്ഞില്ലേ, ഇവിടുത്തെ മറ്റു മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. ഈ വാർത്തയെന്നല്ല, ഇതിനു മുൻപും ഈ ഒരു സ്വഭാവമുള്ള പല വാർത്തകളും ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാറില്ല, മിക്കവാറും കൊടുക്കാറില്ല എന്ന് തന്നെ പറയാം. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് NIA കൊടുത്ത റിപ്പോർട്ടാണ്, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്, അവർ കൊടുത്ത റിപ്പോർട്ടാണ്. അതിൽ PFI ഭീകരർ, അത് PFI ഈ നിരോധിക്കപ്പെട്ട സംഘടനയിൽ ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ സ്വത്തുവകകൾ ഭീകര പ്രവർത്തനങ്ങൾക്കും ജിഹാദിനും ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ NIA കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തിട്ട് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ആരോപിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അന്വേഷണ ഏജൻസി അധികാര ദുർവിനിയോഗം നടത്തുകയാണ് എന്നാണ് ഈ പ്രതികൾ വാദിക്കുന്നത്. അത് എപ്പോഴും അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും എല്ലാം വരുമ്പോൾ പറയുന്നത് ഇത് സർക്കാർ ഈ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അവരുടെ ആ അധികാരത്തെ ദുർവിനിയോഗം നടത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അതെനിക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ തോന്നിയിട്ടില്ല? തീർച്ചയായിട്ടും. അത് 2022 PFI നിരോധനം വരുന്നത്. PFI നിരോധനം വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ മലപ്പുറത്ത് ഇവരുടെ ഒരു പരിശീലന ക്യാമ്പ്, അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് പട്ടിയെ വാളുകൊണ്ട് കൊല്ലുന്നു, എന്നിട്ട് അതാണ് അണികളെ ഇവർ പഠിപ്പിക്കുന്നത്. ഇവരുടെ പരിശീലനം എന്ന് പറയുന്നത് ചോര കണ്ടാൽ പോലും ഒരു അറപ്പ് ഉണ്ടാകരുത്, അറപ്പ് മാറണം, ആ തരത്തിലുള്ള ഒരു പരിശീലനമാണ് ഇവർ നൽകിക്കൊണ്ടിരുന്നത്. ഇവരുടെ പരിശീലന ക്യാമ്പുകൾ അങ്ങനെയായിരുന്നു. അവിടെ പിന്നീട് ഇവിടുത്തെ പോലീസുകാർ ആരും PFIക്കെതിരെ ഒരു ചെറുവിരൽ അനക്കില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇവർക്കാർക്കും ഒരു ചെറുവിരൽ അനക്കാൻ പേടിയാണ്. അവിടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായി NIA എത്തുന്നത്. NIA ഇറച്ചിക്കടക്കാരനായും വീട് ജോലിക്കാരനായും മരപ്പണിക്കാരനായും ഒക്കെ ഇവർ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷിച്ചുകൊണ്ട് ഒരു രാത്രി ഇവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു. ഇവരുടെയൊക്കെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരെയും അണികളെയും ഒക്കെ പൊക്കിക്കൊണ്ട് പോകുന്ന ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ റൌഫൊക്കെ തീഹാർ ജയിലിലാണ്. ഇവരുടെ ഏറ്റവും വലിയ നേതാവാണ് റൌഫൊക്കെ തീഹാർ ജയിലിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ അതായത് കേരളത്തിൽ എങ്ങനെ വർഗീയത ഉണ്ടാക്കാം, എങ്ങനെ വർഗീയ കലാപം നടത്താം, സിമിയുമായി, പണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയായ സിമിയുമായൊക്കെ ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മളൊക്കെ ഭയപ്പെടണം. ബന്ധമുണ്ട് എന്നതല്ലായിരിക്കും, സിമിയുടെ പുതിയ രൂപമാണ് PFI. മറ്റു രൂപം പിന്നീട് ഭാവിക്കും. അത് മാത്രമല്ല, ഇവരിപ്പോൾ ലക്ഷറി തൊയ്ബ, IS, അൽ-ഖ്വയ്ദ ഇതൊക്കെ ആഗോള ഭീകര സംഘടനകളാണ്. ഇവരൊക്കെയായി ഇവർക്ക് ബന്ധമുണ്ടെന്നും ഇതിലുള്ള അണികളെയെല്ലാം ഇവർ ഈ തീവ്രവാദത്തിനായി പ്രോത്സാഹിപ്പിക്കുന്നു എന്നും ഈ ചെറു ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ എഴുതി ഇവരിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച്, അതായത് ഇവരുടെ അണികൾ പല പാർട്ടിക്കുള്ളിലും നുഴഞ്ഞു കയറി. നമ്മളൊരു പഴഞ്ചൊല്ലി പറയുമല്ലോ, ഫ്രോഡ് എപ്പോഴും ഫ്രോഡിയനെന്ന്. അതുപോലെ ഈ തീവ്രവാദികൾ എത്ര നന്നായാലും ഇവരൊക്കെ ചിന്തിക്കുന്ന ലെവൽ ഏതുവരെയാണ് എന്നുള്ളത് അന്വേഷണ ഏജൻസികൾക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് PFI പോലെയുള്ളത്. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ വെച്ചാണ് അവിലും മലരും കുന്തിരിക്കവും എന്ന് ആ കൊച്ചു കുഞ്ഞിന്റെ ഉള്ളിൽ പോലും വിഷം കുത്തിവെച്ചുകൊണ്ടാണ് ഇവർ ഈ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അറബ് ദേശീയത ഇന്ത്യയിൽ കൊണ്ടുവരിക, മുസ്ലിം രാഷ്ട്രമാക്കുക ഇന്ത്യ, അതിലപ്പുറം ഇവർക്ക് മറ്റൊന്നുമില്ല. അതിന്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക മതവിഭാഗത്തെ നമ്മുടെ രാജ്യത്തിനും രാജ്യത്തെ സർക്കാരിനും എതിരായി അവരുടെ മതവികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരാക്കുക. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ മതവിഭാഗത്തിലുള്ളവർ മനസ്സിലാക്കുന്നില്ല, അത് മതത്തിനെതിരായിട്ടല്ല രാജ്യം നിൽക്കുന്നത്. ഇത്തരം തീവ്രവാദ
സംഘടനകൾക്കെതിരെയും തീവ്രവാദ പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എതിരെ സർക്കാരും മറ്റ് സംഘടനകളും എല്ലാം നിലപാടെടുക്കുമ്പോൾ ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഈ മതവിഭാഗത്തെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷെ ആ മതവിഭാഗത്തിലുള്ളവർ അതല്ല തിരിച്ചറിയുന്നത്. അവർ ഇതിനെല്ലാം മതത്തിനെതിരെ അതായത് അങ്ങനെ ചിന്തിക്കാൻ ഇവരെ പാകപ്പെടുത്തിയത് ഈ തീവ്രവാദ സംഘടനകളാണ്. ഈ ഒരു തീവ്രവാദം വലിയ രീതിയിൽ വ്യാപകമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് ഈ ഒരു മദ്രസകൾ കേന്ദ്രീകരിച്ചാണ്. എന്താ അതിലുള്ള ഒരു വസ്തുത? മദ്രസകൾ കേന്ദ്രീകരിച്ച് മദ്രസകളിലാണ് ഈ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ നമ്മളൊക്കെ ഇവരുടെ ഒരു പ്രത്യേക പഠന ശൈലി അങ്ങനെയാണ്. മദ്രസകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെയൊക്കെ പഠനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഈ അറബിക് കോളേജുകളിൽ ഒരു ഭാഗം ഇങ്ങനെ കെട്ടിമറയ്ക്കും. ഇവിടെ ആൺകുട്ടികൾ, ഇവിടെ പെൺകുട്ടികൾ, ഇവർ തമ്മിൽ കാണില്ല. പഠിപ്പിക്കുന്നത് ഒരേ കാര്യമാണ്. പക്ഷെ സംസാരിക്കാനോ മിണ്ടാനോ പരസ്പരം കൂടിക്കാഴ്ച നടത്താനോ പാടില്ല. ഇങ്ങനെയാണ് ഇവർ വളർന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഇതാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കൊരിക്കലും ആ ലെവലിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സംഭവമാണ് എന്ന് ഇവരെ തന്നെ അത് പറഞ്ഞപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ വേറൊരു കാര്യം ഓർമ്മ വന്നു. ഇപ്പൊ ഈ നബിദിനത്തോടനുബന്ധിച്ച് ഖുർആൻ പാരായണ മത്സരം നടത്തിയിരുന്നു. ഒരു നോട്ടീസ് കണ്ടതാ. അതിൽ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയിരുന്നു. കാണുമ്പോൾ സന്തോഷം. സ്ത്രീകൾക്ക് വേണ്ടി ഖുർആൻ പാരായണം മത്സരം നടത്തി. അതിൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. പെൺകുട്ടിയുടെ പേരുണ്ട്, മറ്റതൊരു രേഖാചിത്രം, മുഖമില്ല, ഒരു വരച്ച ഒരു ചിത്രം മാത്രമാണ് ഉള്ളത്. അപ്പൊ അതിൽ പോലും ആ സമ്മാനം കിട്ടിയ പെൺകുട്ടിയുടെ മുഖം പോലും ഇവർ പുറത്തേക്ക് കാണിക്കുന്നില്ല. ഇവരുടെ ചിന്ത, ഈ PFI എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താന്ന് പറയുന്നത്, നമ്മൾ ഈ പാകിസ്ഥാൻ, ഇറാൻ, താലിബാനിലൊക്കെ കണ്ടിട്ടുള്ളത്, അവരുടെ മതത്തെയാണ് അവിടെ ആചാരമാക്കി, മതത്തെയാണ് അവിടെ കുത്തി നിറയ്ക്കുന്നത്. അവർക്ക് മതത്തെ കുത്തി നിറയ്ക്കുന്നതല്ല, മതത്തെ ഉപയോഗിച്ച് ഇവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഈ മതവിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഇന്ത്യയെയും അതുപോലെ മുസ്ലിം രാഷ്ട്രമാക്കിക്കൊണ്ട് ഇവരുടെ മതത്തെ അടിച്ചേൽപ്പിക്കുക, എന്നാൽ മറ്റുള്ളവരെല്ലാം പുറത്താക്കിക്കൊണ്ട് ഇവരുടെ മതത്തെ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇവർ മുന്നോട്ട് പോകുന്നത്. ഇത് കൃത്യമായി സംസ്ഥാന സർക്കാരുകൾക്ക് മനസ്സിലായില്ലെങ്കിലും കേന്ദ്ര സർക്കാരിനെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ ഈ സംഘടന ഇനിയും മുന്നോട്ട് പോയാൽ ഇവർക്ക് പല തീവ്രവാദ ബന്ധങ്ങളും ഉണ്ടാകും, അത് ഇന്ത്യയെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ സംഘടനയെ 2022 നിരോധിക്കാൻ തീരുമാനിച്ചത്. BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒഴിച്ച് മറ്റേത് പാർട്ടികളും ഇവർക്ക് അനുകൂലം. കാരണം അല്ല, ഇവരുടെ വോട്ട് ബാങ്കാണ്. ഇവരെ പ്രീണിപ്പിച്ച് നിർത്തിയാൽ ഇവർക്ക് വോട്ട് കിട്ടും എന്നുള്ളത് ഈ മറ്റു പാർട്ടിക്കാർക്ക് അറിയാം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവർ ഇവിടെ തീവ്രവാദികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, തീവ്രവാദികൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്നു, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, അല്ലെങ്കിൽ കലാപ സാധ്യത ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ഏത് തരത്തിലാണ് ഈ PFIയുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പല നേതാക്കന്മാരുടെ, ഉന്നത നേതാക്കന്മാരുടെ സ്വത്തുക്കളല്ല, അതായത് ഇട്ടിരുന്ന തുണിയോടുകൂടി പൊക്കിക്കൊണ്ടാണ് NI പോയത്. അത് പച്ച വെളിച്ചത്തെ ഇനി കത്താൻ അനുവദിക്കില്ല, പച്ച വെളിച്ചം ഇനി കത്തണ്ട തൽക്കാലം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് NI എല്ലാം പൊക്കിക്കൊണ്ട് പോയത്. ഇതിന്റെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെതിരെ, ഈ ഭീകരവാദത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നമ്മൾ ഇസ്ലാമിക വിരുദ്ധരാണ്, നിങ്ങൾ ഇസ്ലാം വിരോധിയാണ്, ഇതൊന്നും ശരിയല്ല, പുരോഗമന സമൂഹത്തിൽ ഇതൊന്നും ചേർന്നൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഇതാക്കി കളയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ പറയുന്നതും ഈ ചർച്ച ചെയ്യുന്നതും ഒന്നും മുസ്ലിങ്ങൾക്കെതിരെയല്ല, അല്ല, ആണോ? അല്ല. അപ്പൊ അതിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നല്ലവരായ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ നമുക്കുണ്ട്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നല്ലവരായ മുസ്ലിങ്ങളുണ്ട്, അതായത് ഹിന്ദുവും ക്രിസ്ത്യാനും ബുദ്ധനും പാഴ്സിയും ഏത് മതക്കാരാണെങ്കിലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്ന് വിശ്വസിച്ച് കൊണ്ടുപോകുന്ന മുസ്ലിങ്ങളെ നമുക്കറിയാം. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ മതത്തെ മാത്രം, ഞങ്ങളുടെ മതമാണ് ലോകത്തെ ഏറ്റവും വലുത്, അതെ, ഞങ്ങളുടെ മതത്തിനപ്പുറം ഒന്നുമില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത്. അവരെപ്പോഴും ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്നത് ഇത്തരത്തിൽ ഒരു തീവ്രവാദ ബന്ധമുള്ള സംഘടനകളെയൊക്കെ ഉണ്ടാക്കി ഇവരൊക്കെ ഈ കലാപത്തിന് കോപ്പ് കൂട്ടുന്നത് ഇവരുടെ രാജ്യമാക്കി ഇന്ത്യ മാറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രം, ആ ഒരൊറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ. SDP ആയാലും PFI ആയാലും
മറ്റ് മുസ്ലിം സംഘടനകളായാലും ഒക്കെ ഇവരുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക, എന്നിട്ട് ബാക്കി ഉള്ളവരെയൊക്കെ ഒന്നുകിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അടിച്ചു പുറത്താക്കുക, ഇവർ പ്രത്യേക രാജ്യം ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഇവർ ഇന്ത്യക്ക് പുറത്തു പോട്ടെ, ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാകണം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാകണം എന്ന് പറയുമ്പോൾ അതിനെ തർക്കിക്കാത്തവർ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം, അതിന് ഞാൻ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ RSS പറയുന്നു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണം. എങ്ങനെ അംഗീകരിക്കും? മതേതരത്വ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ എല്ലാ മതക്കാരും ഒരുമിച്ച് പോകണം. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം എന്നല്ല RSS അങ്ങനെ പറയുന്നുണ്ടോ? ഹിന്ദു രാഷ്ട്രമാക്കണം RSS അങ്ങനെ പറയുന്നുണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പക്ഷെ RSS അങ്ങനെ പറയുമ്പോഴേ ഇവർക്ക് പ്രശ്നമുള്ളൂ. പിന്നെ മുസ്ലിം സംഘടനകളോ മുസ്ലിങ്ങളോ അങ്ങനെ പറയുന്നുണ്ടോ? RSS അങ്ങനെ പറയുന്നതായിട്ട് എന്റെ അറിവിലില്ല. ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇനി RSS അങ്ങനെ ഒരു ആശയം മുന്നോട്ട് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. RSS ഇനി അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചാൽ RSSനെ സംബന്ധിച്ച് അവർ സ്വയം സേവ സംഘടനയാണ്. അതായത് ജനങ്ങളെ സേവിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് പണത്തിന്റെ ലക്ഷ്യമോ അവർക്ക് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കിക്കൊണ്ട് എന്തെങ്കിലും നേടാൻ RSSനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പലരും അത്തരത്തിൽ അജ്ഞതയായി സംസാരിക്കുന്നത്. RSSന് ആരുടെയും പണം വേണ്ട, പദവി വേണ്ട, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കിക്കൊണ്ട് എന്തെങ്കിലും നേടാമെന്നുള്ള ഇതൊന്നും RSSനില്ല. RSSന്റെ ഒരു ഏറ്റവും താഴെക്കിടയിൽ നിന്ന് വന്ന ഒരാളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോ RSS അത്തരത്തിൽ RSS പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നവരോടാണ്. RSS പറയുമ്പോൾ മാത്രമാണ് അവർക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നത്. ഈ RSSൽ എനിക്ക് തോന്നുന്നു ഒരുപാട് നിരീശ്വരവാദികളുണ്ട്. ഒരുപാട് പേരുണ്ട്, നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഇപ്പോൾ ഒരു ചർച്ച നടത്തിയാൽ പോലും ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞ് അവർ പറയുന്നു എന്ന് പറഞ്ഞ ഒരു ചർച്ച എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ RSS ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അതായിരിക്കും അന്നത്തെ എല്ലാ ചാനലുകളിലെയും രാത്രിയുള്ള ചർച്ച. പക്ഷേ ഇത്തരം സംഘടനകൾ PFIയെ നിരോധിച്ചപ്പോൾ പോലും ഇവിടെ അലമുറിയിട്ട് കരഞ്ഞു മെഴുകിയ ചാനലുകളുണ്ട്. PFI എന്താണെന്നറിയാം, PFIയുടെ ഉദ്ദേശം എന്താണെന്നറിയാം, PFI ആരുമായിട്ടാണ് കൂട്ടെന്നറിയാം, ഇന്ത്യയെ തകർക്കാൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും PFIയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചത്ത് കയറി താണ്ഡവമാടിയ ചാനലുകളുള്ള കേരളത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ PFI ഇനി മറ്റൊരു പേര് മാറ്റി ഇവിടെ പ്രതിഷ്ഠിച്ചാലും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല. അവർക്കൊക്കെ ജയ് വിളിക്കാൻ ഇവിടെ 100 പേരുണ്ടാകും. കേന്ദ്രത്തിൽ BJP സർക്കാരിനെ പോറ്റി പറയുന്നതല്ല, BJP സർക്കാർ ഇറങ്ങി മറ്റേതെങ്കിലും സർക്കാരുകൾ വന്നാൽ ഇന്ത്യയിൽ ഭീകരവാദിത്വം തഴച്ചു വളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിലവിൽ ഹിന്ദു തീവ്രവാദം ആ ഒരു അവസ്ഥ വ്യാപിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ? തീവ്രവാദികളെല്ലാ ഇതിലും ഉണ്ട്. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല. തീവ്രവാദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ, കോൺഗ്രസ് ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ ഇസ്ലാമിക ഭീകരവാദത്തിനെ കൃത്യമായ രീതിയിൽ വിമർശിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഒരു ഹിന്ദു പോളറൈസേഷൻ വലിയ രീതിയിൽ ഉണ്ടായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ശരിയായിരിക്കാം, ചിലപ്പോൾ ഒരു പരിധി വരെ ശരിയായിരിക്കാം. ഇപ്പോൾ ഇവിടെ പിന്നെ കേരളം പിന്നെ IS തീവ്രവാദികൾ അല്ലെങ്കിൽ കേരളം ഒരു തീവ്രവാദ ഹബ്ബാണ് എന്ന് P ജയരാജൻ പറഞ്ഞ് നാക്കിലിട്ടതിന് മുമ്പ് അദ്ദേഹത്തിന് സമ്മർദ്ദം വന്നു. മിണ്ടി പോവരുത് അങ്ങനെ ഒരു വാക്ക് ഇവിടെ. മിണ്ടിയാൽ പിന്നെ പാർട്ടിക്കകത്ത് നീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജയരാജൻ അത് തിരുത്തി. ഇപ്പോഴല്ല, അത് മുന്നേ ആണ് എന്ന് തിരുത്തി. ഇപ്പൊ പല തീവ്രവാദികളുടെ പേര് മുസ്ലിം ആയതുകൊണ്ട് അവരൊക്കെ തീവ്രവാദത്തിലേക്ക് പോകുന്നത് മുഴുവൻ മുസ്ലിമുകളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഹിന്ദുക്കളും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളവരും ക്രിസ്ത്യൻസിന്റെ ഇതിലുള്ളവരും ഒക്കെ എല്ലാ വിഭാഗത്തിലുമുണ്ട്. എല്ലാവരും അത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തും. പിന്നെ ഇവരെ നിയന്ത്രിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാമല്ലോ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ഇവരുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ അതിനുള്ള മണ്ണ് വളക്കൂറുള്ളത് എന്നുള്ളത് കൊണ്ടാണ് പലരും എവിടെയൊക്കെ ഇരുന്ന് ഇന്ത്യ തകർക്കാൻ, ചിലപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ചെറിയ പ്രദേശത്ത് ഇരുന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടാവും ഇന്ത്യ എങ്ങനെ തകർക്കാം. അതിന്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ ഈ മതവിഭാഗങ്ങളുടെ ഇടയിൽ ഒരു ചിന്ത വളർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാർ, അതായത് BJP സർക്കാർ മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ ലക്ഷ്യം, മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ നയം എന്ന് കൊണ്ടുവന്നതേ അതിനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ പേരുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമായി.
ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതൊരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ അല്ല എന്നും കൂടി എല്ലാവരും മനസ്സിലാക്കുക. അപ്പം തീവ്രവാദം, എല്ലാ തീവ്രവാദവും തുലയട്ടെ. അതെ.